ഇന്ന് നമുക്ക് ഒരു അടിപൊളി ചായക്കടി റെഡിയാക്കി എടുക്കാം. എണ്ണയൊട്ടും ചേർക്കാതെയാണ് ഞാനിത് റെഡിയാക്കി എടുക്കുന്നത്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ പൂവട എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റാണ്. ഇതിനു വേണ്ടി ഞാൻ പുഴുങ്ങലരി വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതിന് ശേഷം അത് അരച്ചെടുക്കുന്നുണ്ട്. ഒരല്പം ഉപ്പ് ചേർത്താണ് ഞാനിത് അരച്ചെടുക്കുന്നത്. ഇതിനകത്ത് വയ്ക്കാനുള്ള കൂട്ടിനായി നാളികേരത്തിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാരയും ഏലക്കാപ്പൊടി കൂടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. ഇനി നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരിമാവുണ്ടല്ലോ, അത് നമുക്ക് ഈ വാഴയിലയിലൊന്ന് പരത്തിയെടുക്കാം. വളരെ കനം കുറച്ചാണ് ഇത് പരത്തിയെടുക്കേണ്ടതായിട്ട്. പുഴുങ്ങലരി ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റായിരിക്കും ഇത് കഴിക്കാനായിട്ടും. പോരാത്തതിന് ഇത് നല്ല സോഫ്റ്റായിരിക്കും. അരിപ്പൊടിയിൽ ഉണ്ടാക്കുന്നതിനേക്കാൾ ടേസ്റ്റാണ് നമ്മൾ ഇതുപോലെ അരച്ചെടുത്ത് ഉണ്ടാക്കുകയാണെന്ന് വെച്ചാൽ. ഇതിനകത്ത് കൂട്ട് വെച്ചതിന് ശേഷം നമ്മളിതൊന്ന് മടക്കി കൊടുക്കാം. വാഴയിൽ രണ്ട് സൈഡും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണേ. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. ഒരു 15 മിനിറ്റ് നേരം അപ്പച്ചെമ്പിൽ വെച്ച് നമുക്ക് ആവി കയറ്റിയെടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മളുടെ പൂവട റെഡി ആയിട്ടുണ്ട്. ഒരു കട്ടൻ ചായയും കൂടി ഉണ്ടെന്ന് വെച്ചാൽ ഇന്നത്തെ കാര്യം സൂപ്പറാണ്. എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവേ. ഈ വീഡിയോ മുഴുവനായി കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കില്ലേ?